ശ്രീ രജനീസ് ഉണ്ണിത്താൻ, ഇപ്പോൾ ശ്രീ ഹാഷിം അരിയിൽ പറഞ്ഞ വസ്തുതകൾ അങ്ങ് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ആദ്യം മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് കൊച്ചി ആസ്ഥാനമായ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനിയാണ്. 1 ലക്ഷം മാത്രം മൂലധനം ആയി രജിസ്റ്റർ ചെയ്ത കമ്പനി ഏതാണ്ട് ഒരു 20 ദിവസം മുൻപ് മാത്രമാണ് ഈ ഇടപാടുകൾ നടക്കുന്നതിന് മുമ്പ് അത് രജിസ്റ്റർ ചെയ്തത്. ആ കമ്പനിയുടെ മേൽവിലാസവും പിന്നീട് റിപ്പോർട്ടർ കമ്പനിയുടെ മേൽവിലാസവും ഒന്ന് തന്നെയാണ്, ഒരേ മേൽവിലാസം. ഈ സ്പോൺസറെ കണ്ടെത്തിയതിലും വലിയ ദുരൂഹതകൾ ഉണ്ട്. ടെൻഡർ ഇല്ലാതെയാണ് ഇത്ര വലിയൊരു പരിപാടിക്ക് സ്പോൺസറെ കണ്ടെത്തിയത് എന്നുള്ള ആരോപണവും ഉണ്ട്. ഇങ്ങനെ ടെൻഡറൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് ഇത്ര വലിയൊരു മെഗാ പരിപാടിക്ക് അനുമതി നൽകാനാകുക? ഇങ്ങനെയൊക്കെ സ്പോൺസറെ എങ്ങനെ കണ്ടെത്താനാകും? നീലിമ, മലയാളികളെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുൻ സർക്കാരിന്റെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിനകത്ത് കോട്ടയം കുഞ്ഞച്ചൻ മോഹൻലാലിനെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അവിടെ കോനായിൽ കൊച്ചാപ്പി എന്ന് പറയുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ ഈ മോഹൻലാൽ വരുന്നതിന് മുമ്പ് ജനങ്ങളെല്ലാം ആവേശപരമായി മോഹൻലാലിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ അവിടെ വർത്തമാനം പറയുന്നുണ്ട്. ഇപ്പൊ വരും, മോഹൻലാൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിനകത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ. ആ പാപ്പനും അവിടെ ഇരുന്നുകൊണ്ട് അതെ മോഹൻലാലിനെ വരുന്നതുമായി നോക്കിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ കോട്ടയം കുഞ്ഞച്ചൻ അതിനകത്തൊരു നെറി കാണിച്ചു. എന്താണ്? പച്ചക്കുളം പാസിയെങ്കിലും കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ മോഹൻലാലിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ കോട്ടയം കുഞ്ഞച്ചൻ അങ്ങനെയെങ്കിലും ചെയ്തു. പക്ഷേ മെസ്സിയെ കൊണ്ടുവരും, അല്ലെ മെസ്സി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തള്ളിവെച്ച ഒരു ഗവൺമെന്റ് കേരളത്തിലെ കായിക പ്രേമികളോട് ഒരല്പമെങ്കിലും ഒരു മനസ്സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു മാപ്പ് പറയാനെങ്കിലും ഒരു തയ്യാറാണമായിരുന്നു. കാരണം അഴിമതിയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങേയറ്റം അഴിമതി കാണിച്ചിരിക്കുകയാണ്. എന്താ, ഒരു കായിക വകുപ്പുമായി ബന്ധപ്പെട്ട പല അഴിമതികളും മറച്ചു വെക്കുവാൻ വേണ്ടി മെസ്സിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കടലാസ് കമ്പനി, ഇപ്പൊ നീലിമ നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷം പോലും മുതൽ മുടക്കില്ലാത്ത ഒരു കടലാസ് കമ്പനിയെ വെച്ച് ഒരു കടലാസ് കമ്പനി ഒരു സമ്മതപത്രം പറയുകയാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന്. ഒന്നും കേൾക്കാത്ത പാതിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഇറങ്ങി തിരിച്ച്, കായിക മന്ത്രിയും എല്ലാം ഇറങ്ങി തിരിച്ചിട്ട് അപ്പൊ തന്നെ റിപ്പോർട്ടർ കമ്പനിക്ക് കൊടുക്കുകയാണ്, മെസ്സിയെ കൊണ്ടുവരാനുള്ള ഓർഡർ ഇത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ മീഡിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരമാണ്. ഇതിന്റെ LDF പ്രതിനിധി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മീഡിയകൾ തമ്മിലുള്ള മത്സരമാണെന്ന്. മീഡിയകൾ തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞാൽ സാർ, ഈ കടലാസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFAക്ക് പൈസ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലേക്ക് കത്തയച്ചല്ലോ. ആ കത്തയച്ചത് കേരളത്തിലെ അന്നത്തെ ചീഫ് സെക്രട്ടറിയാ. ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു കത്തയക്കണമെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമായിരിക്കണം കത്തയക്കണമെന്ന് എനിക്കും താങ്കൾക്കും ഈ ഇരിക്കുന്നവർക്കും പരിഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എങ്ങനെയാണ് കത്തയക്കേണ്ടത്? അതിന് ധനവകുപ്പ് അറിയണം, നിയമവകുപ്പ് അറിയണം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അത് ചീഫ് സെക്രട്ടറി കത്തയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് കള്ളപ്പണം വെടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലേക്ക് മെസ്സിയെ പോലെയുള്ള ഒരുപാട് ആരാധക വൃന്ദങ്ങളുള്ള ഈ നാട്ടിൽ ഉള്ള മെസ്സിയെ പോലെയുള്ള ഒരാളെ കരുവാക്കിക്കൊണ്ട് കേരളത്തിലെ മലയാളികളെ പറ്റിച്ചിരിക്കുകയാണ്, അങ്ങേയറ്റം പറ്റിച്ചിരിക്കുകയാണ്. ഒരു കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഒന്ന് ആലോചിക്കണ്ടേ, എങ്ങനെയുള്ള കമ്പനിയാണെന്ന്. ഇവ മുത്തൽ മരമുറി പോട്ടെ, മാംഗോ പറിക്കൽ പോട്ടെ, മാങ്ങാ പറിക്കൽ പോട്ടെ, അങ്ങനെ ഒരുപാട് ഈ പറയുന്ന നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേരെ പറ്റിച്ച് ബാങ്ക് കൊള്ളയടക്കം ഒരുപാട് പേരെ പറ്റിച്ച് നിൽക്കുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് ഇപ്പൊ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയും, ഇവരാരും ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ. ദീർഘവിഷ്ടമുള്ള ആളുകൾ പണ്ട് ഉണ്ടാക്കി വെച്ച കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ പോലെയുള്ള സ്റ്റേഡിയത്തിലേക്ക് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന സ്പോൺസറുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ട് നിരീക്ഷണം നടത്തുകയാണ്. നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നിട്ട് അവിടുത്തെ പിന്നെ ശ്യാംരാജ് പറഞ്ഞ പോലെ ഇവർക്കെല്ലാം മരം വളരെ പ്രിയപ്പെട്ടതായത് മരമെല്ലാം ആദ്യം മുറിച്ചു മാറ്റി. അത് കഴിഞ്ഞ് ആ പറയുന്ന സ്റ്റേഡിയം മൊത്തം കുത്തി മാന്തി പൊളിച്ചു കളഞ്ഞു, അവിടുത്തെ ഗേറ്റ് പൊളിച്ചു കളഞ്ഞു, അവിടെ കസേര ഇളകി കളഞ്ഞു, അവിടുത്തെ ഷീറ്റെല്ലാം ഇളക്കി കളഞ്ഞ് അവിടെ ചോർച്ചയാക്കി. എന്നിട്ട് അവസാനം അത് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പൊക്കളഞ്ഞു, കയ്യും കഴുകിയിട്ട് പൊക്കളഞ്ഞു. അങ്ങനെ കേരളത്തിലെ നല്ല രീതിയിൽ നടന്നൊരു സ്റ്റേഡിയം പോലും ഇത് തകർത്തിരിക്കുകയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയാണ് ഇത് മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതൊക്കെയാണെന്ന്, മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതാണെന്ന്. കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഇത് കബളിപ്പാണ്.
കേരളത്തിലെ ജനങ്ങളോട് ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലുള്ള തട്ടിപ്പാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പിന്നെയും പറയുന്നത്. എന്താ വിനോദ നികുതി ഉൾപ്പെടെയുള്ളത് മാറ്റിയത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന രാജീവ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന മീറ്റിംഗിലാണ് വിനോദ നികുതി ഉൾപ്പെടെയുള്ളവ മാറ്റുവാൻ വേണ്ടി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ കടലാസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് മാറ്റുവാൻ വേണ്ടി തയ്യാറായത്. അതുമായി ബന്ധപ്പെട്ട് ഈ ജനങ്ങളെ അങ്ങ് മണ്ടന്മാരാക്കി കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. അന്ന് നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ല. കാരണം ഒരു ഫിഫയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളെല്ലാം അവരുടെ വെബ്സൈറ്റിൽ കലണ്ടറിൽ അവരുടെ പ്രോഗ്രാം കലണ്ടറിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. എല്ലാ വർഷവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് പോലും നമുക്കറിയാം, നമ്മളെല്ലാവരും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നവരാണ്. എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേറ്റും ആ ടീമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിഫയുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ ഫിഫ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അർജന്റീന എന്ന് പറയുന്ന ഒരു ടീം എവിടെയെങ്കിലും വന്നൊന്ന് കളിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കരാറുണ്ടെങ്കിൽ മാത്രമാണ് അവർ വരുന്നത്. അങ്ങനെയുള്ള ഒരു കരാറുകാരൊന്നും അല്ല ഈ റിപ്പോർട്ടർ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളൊന്നും. അപ്പോ ഇത് വെറും തട്ടിപ്പായിരുന്നു. വെറും തട്ടിപ്പെന്ന് പറയുന്ന കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വെച്ച ഭാഗവാരം എല്ലാം അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് നമ്മൾ പറഞ്ഞപ്പോഴും എല്ലാം ഇവര് അതിനെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷെ വീണ്ടും ഇത് പൊതുബന്ധത്തിലേക്ക് വന്ന് വീണ്ടും ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടെന്നേ. ഇനിയും വരാനുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടവർക്ക് ഇവര് ജനങ്ങളെ കബളിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കടലാസ് കമ്പനികളെ വെച്ചുകൊണ്ട് മലയാളികളെ പറ്റിച്ചിരിക്കുകയാണ് ഇവർ.